ഒരു വർഷം മുമ്പാണ് കൊല്ലം സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ച് നൽകുന്നത്. സുധി മരിക്കും വരെ വാടക വീട്ടിലായിരുന്നു കുടുംബസമേതം കഴിഞ്ഞിരുന്നത്. നടന്റെ മരണത്തോടെ തണൽ നഷ്ടമായ കുടുംബത്തിന് സമാധാനത്തോടെ ഉറങ്ങാനാണ് എല്ലാവരും ചേർന്ന് വീട് നിർമ്മിച്ചു കൊടുത്തത്. 1050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ വീഡിയോ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, ഡൈനിങ്, 3 ബെഡ്റൂം, കിച്ചൺ, വാഷിംഗ് ഏരിയ, 2 ബാത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുകൾക്ക് പുറമെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു. എല്ലാ പണികളും പൂർത്തിയാക്കിയ വീടാണ് സന്നദ്ധ സംഘടന കുടുംബത്തിന് നൽകിയത്. സുധിയുടെ മക്കളായ രാഹുലിന്റെയും റീതുവിന്റെയും പേരിലാണ് വീട്. പഠനവുമായി ബന്ധപ്പെട്ട സുധിയുടെ കുടുംബത്തിലുള്ള കൊല്ലത്തെ മൂത്ത മകൻ രാഹുൽ താമസിക്കുന്നത്. രേണുവിനും ഇളയ മകനും ഒപ്പം രേണുവിന്റെ മാതാപിതാക്കളാണ് താമസിക്കുന്നത്. ആനിമേഷൻ വിദ്യാർത്ഥിയാണ് രാഹുൽ. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ സമയം കണ്ടെത്തി കോട്ടയത്ത് വന്ന് സഹോദരനെയും രേണുവിനെയും രാഹുൽ സന്ദർശിക്കാറുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം കുഞ്ഞനിയനെ കാണാൻ അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ രാഹുൽ കോട്ടയത്തെ സുധീലായത്തിൽ എത്തിയിരുന്നു. ചേട്ടനെ കണ്ടതോടെ അതീവ സന്തോഷവാനായ റിതുൽ അനിയന് പ്രിയപ്പെട്ട ഭക്ഷണവും ചെരുപ്പും അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയ ശേഷമാണ് രാഹുൽ കൊല്ലത്തേക്ക് മടങ്ങിയത്. അനിയനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ വീഡിയോ ആക്കി രാഹുൽ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു. വീഡിയോ വൈറലായതിനു ശേഷം പ്രത്യക്ഷപ്പെട്ട കമന്റുകളാണ് ശ്രദ്ധ നേടുന്നത്. രാഹുലുമായി വിശേഷങ്ങൾ പങ്കിടുന്നതിനിടയിൽ അച്ഛൻ്റെയും അമ്മയുടെയും ട്രോഫിയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റിതപ്പൻ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ശ്രുതിക്ക് ലഭിച്ച മൊമന്റോകളും ട്രോഫിയിലും കട്ടിലിനടിയിൽ തുറന്നു കിടക്കുന്ന ഒരു കവറിനുള്ളിൽ കുത്തി നിറച്ച നിലയിലായിരുന്നു. രേണുവിന് ലഭിച്ച ട്രോഫികൾ സ്വീകരണമുറിയിൽ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടതോടെ ശ്രുതിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നതിന്റെ ആളുകൾ കമന്റിലൂടെ വിമർശിച്ചു. രേണുവിന്റെ ട്രോഫികൾ ടേബിളിൻ്റെ അകത്തും പുറത്തും, ശ്രുതിയുടെ ട്രോഫികൾ കട്ടിലിന്റെ അടിയിലും. സുധിച്ചേട്ടന്റെ ട്രോഫികളെല്ലാം കട്ടിലിന്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് കൊല്ലത്ത് കൊണ്ടുപോയി ചേട്ടന്റെ അമ്മയെ ഏൽപ്പിച്ചു. അങ്ങനെ അതൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ചോടും. വെറുതെ അനാഥമായി കട്ടിലിനടിയിൽ കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു. സുധിച്ചേട്ടന്റെ വീട്ടിൽ പുള്ളിക്ക് കിട്ടിയ ട്രോഫികളുടെ സ്ഥാനം പഴയ സഞ്ചിയിൽ കട്ടിലിനടിയിൽ. ഇത് രേണുവിന്റെ സ്നേഹമാവല്ലേ എന്നിങ്ങനെ വിമർശിച്ച് വന്ന കമന്റുകൾ. ഒപ്പം വീട് വൃത്തിയാക്കാതെയും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിനെതിരെയും ആളുകൾക്കുള്ള കമന്റുകൾ. ആ വീട് ശ്രുതി മരിച്ചപ്പോൾ ശ്രുതിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനല്ലോ പണിത് കൊടുത്തത്, അല്ലാതെ രേണുവിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും. കിച്ചു ഒരു വിരുന്നുകാരനെ പോലും ആ വീട് വൃത്തിയായി പോലും സൂക്ഷിക്കില്ല. വീടിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നുന്നു. എത്ര നല്ല വീടായിരുന്നു. സുധീരെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീട് രേണുവിന്റെ വീട്ടുകാർ കയ്യേറിയില്ലേ. വീട് മൊത്തം കുളമായല്ലോ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ. രേണുവിന്റെ സഹോദരിയും കുടുംബവും സുധീലാലയത്തിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രുതി മരിച്ചതിന് ശേഷം ഉപജീവനമാർഗമായി രേണു തിരഞ്ഞെടുത്ത അഭിനയമാണ്. മ്യൂസിക് വീഡിയോ, ഷോർട്ട് ഫിലിം, സിനിമ എല്ലാമായി തിരക്കിലാണ് രേണു ഇപ്പോൾ.